രാജ്യതലസ്ഥാനം കത്തിയമരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി വളഞ്ഞ് പ്രതിഷേധം ആർത്തിരമ്പുന്നു. പാറ്റകൾക്കൊപ്പം പ്രതിപക്ഷ നിര മുഴുവൻ ഇറങ്ങിയതോടെ രാജ്യതലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. KC വേണുഗോപാലിനെ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ടാണ് പോലീസ് പോയത്. പ്രതിപക്ഷ MP-മാരെ പോലീസ് തൂക്കിയെടുത്ത് ജീപ്പിലിട്ടു. കേരളത്തിൽ നിന്നുള്ള മന്ത്രി PC വിഷ്ണുനാഥിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡീൻ കുര്യാക്കോസ് MP-ക്ക് പരിക്കേറ്റു. MP-മാരെ പോലീസ് വാനിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു പോലീസ്. തുടർന്ന് ജോൺ ബ്രിട്ടാസ് MP എത്തി പോലീസുമായി വലിയ കലഹവും ബഹളവും. ഒടുക്കം MP-മാരെ വാനിൽ നിന്നിറക്കി ബ്രിട്ടാസ് പോലീസിനോട് കയർത്തു. പിന്നീട് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് വലിയ പ്രതിഷേധത്തിനാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷാ മേഖലയായ ലോക് കല്യാൺ മാർഗിനെ തികച്ചും അപ്രതീക്ഷിതമായി നിശ്ചലമാക്കി കോൺഗ്രസ് നടത്തിയ മാർച്ചും ഉപരോധവും കേന്ദ്ര സർക്കാരിനെയും ഡൽഹി പോലീസിനെയും ഒരുപോലെ ഞെട്ടിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന മിന്നൽ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് സൃഷ്ടിച്ചത് അഭൂതപൂർവമായ രാഷ്ട്രീയ നാടകീയതയാണ്. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതോടുകൂടി ഇപ്പോൾ രാജ്യം മുഴുവൻ വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രശ്നം ഗുരുതരമായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല എന്നും ഇത് തുടർച്ച മാത്രമാണെന്നും CJP തിരിച്ചടിച്ചിരിക്കുകയാണ്. അവർ ആവശ്യപ്പെടുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കണം എന്നുള്ളതാണ്. ആ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇതിലും വലിയ പ്രതിഷേധത്തിലേക്ക് തങ്ങൾ കടക്കുമെന്ന് വിദ്യാർത്ഥികൾ കടുപ്പിച്ചു പറയുന്നു. മോദിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെയും ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റിയിരിക്കുകയാണ് ഡൽഹി പോലീസ്. രാജ്യതലസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമാക്കി മാറ്റിയ കോൺഗ്രസ് ഉപരോധത്തിൽ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവൻ മുതിർന്ന നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ജനപ്രതിനിധികളാണെന്ന പരിഗണന പോലും നൽകാതെയാണ് MP-മാരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രിയങ്ക ഗാന്ധിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉപരോധ സമരത്തിന് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധിയെ പോലീസ് ബലപ്രയോഗത്തിലൂടെ തൂക്കിയെടുത്താണ് വാഹനത്തിലേക്ക് മാറ്റിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലിനെ പോലീസ് ഉദ്യോഗസ്ഥർ റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അറസ്റ്റിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച MP-മാരെയും മറ്റ് ജനപ്രതിനിധികളെയും പോലീസ് സംഘം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. അതീവ സുരക്ഷാ മേഖലയായ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് കോൺഗ്രസ് MP-മാർ ഇരച്ചു കയറിയത് പോലീസിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു. തുടർന്ന് അർദ്ധസൈനിക വിഭാഗങ്ങളെയും വൻ പോലീസ് സന്നാഹത്തെയും രംഗത്തിറക്കിയാണ് പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പോലീസ് നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. തുടർച്ചയായി നടന്ന ഈ കൂട്ട അറസ്റ്റോടെ ഈ VVIP സുരക്ഷാ മേഖല യുദ്ധക്കളത്തിന് സമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറി. ഇതോടെ മോദിയുടെ വീടിന് മുന്നിലെ പ്രതിഷേധം ഇപ്പോൾ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് വലിയ പ്രതിഷേധമാണ്. അതായത് വിദ്യാർത്ഥികൾ അവർ നടത്തിയ സമരം, സമാധാനപരമായി അവർ നടത്തിയ സമരത്തെ അടിച്ചമർത്താൻ പോലീസിനെ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാന ആരോപണം. വിദ്യാർത്ഥികൾ അവരുടെ ന്യായമായ ആവശ്യമാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചത്. എന്നാൽ ഇതുവരെയും വിദ്യാർത്ഥികളുമായി ഒരു ചർച്ച നടത്താൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല? അതാണ് ചോദ്യം. അവർ പറയുന്നത് ന്യായമായ ആവശ്യമാണ്. ചോദ്യപേപ്പർ ചോർച്ചയിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടപടിയെടുക്കണം. എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? ആ ഒരു പ്രതിഷേധമാണ് ഇന്നിപ്പോൾ വലിയ ഒരു കൂട്ട പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഏറ്റവും വലിയ വിഷയം വിദ്യാർത്ഥികൾ തുടങ്ങിയ ഒരു സമരം. സോനം വാങ്ചുക് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിലേക്ക് എത്തുന്നു. അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം തുടങ്ങുന്നു. അദ്ദേഹത്തോട് പോലും മൃഗീയമായ രീതിയിലായിരുന്നു ഡൽഹി പോലീസ് പെരുമാറിയത്. ആഹാരം കഴിക്കാതെ അവശനായി കിടന്ന ആ മനുഷ്യനെ വലിച്ചെടുത്തുകൊണ്ട് പോകുകയായിരുന്നു അവിടെ നിന്ന് പോലീസ്. അതിനെതിരെയും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. പിന്നാലെ ഇപ്പോൾ രാജ്യം മുഴുവൻ കേന്ദ്ര സർക്കാരിന് നേരെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ബോളിവുഡിൽ നിന്ന് നിരവധി നടീനടന്മാരാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ ശബ്ദം ഉയർത്തിയിരിക്കുന്നത്. അതിനേക്കാൾ വലിയ ശബ്ദം ഉയരുന്നത് ഇങ്ങ് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. സിനിമയിൽ നിന്നും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ സമരപ്പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേന്ദ്ര സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നുണ്ട്. കാരണം
ജനങ്ങൾ മുഴുവൻ വിദ്യാർത്ഥികൾക്കൊപ്പം ചേരുന്ന ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരപന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിനെ ഏറ്റവും വലിയ പ്രതിരോധത്തിലാക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കർഷക സമരക്കാർ രംഗത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. നമുക്കറിയാം, മുൻപ് രാജ്യ തലസ്ഥാനത്തെ വിറപ്പിച്ചുകൊണ്ട്, കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ട് സമരം നടത്തിയവരാണ് കർഷക സമരക്കാർ. അവർ കൂടി ഇതിലേക്ക് എത്തുകയാണെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരമായി മാറും. അതിനെ നേരിടാൻ പോലും സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ആ വിദ്യാർത്ഥികളെ കേൾക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അവർ BJP നേതാവ് നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 4 മണിക്കൂർ വെറുതെ വേസ്റ്റായി എന്നാണ് ആ വിദ്യാർത്ഥികൾ പറഞ്ഞത്. അവർ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഭരണകൂടം തയ്യാറാകണം. അല്ലെങ്കിൽ ഈ പ്രതിഷേധം കെട്ടടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അത് തികച്ചും മണ്ടത്തരമായി പോകും. കാരണം പോലീസുകാർ അവരെ വേട്ടയാടുന്നു, അവരെ തല്ലിച്ചതയ്ക്കുന്നു. അതിൽ പല കുട്ടികളും ഭക്ഷണം പോലും ഇല്ലാതെ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് പോലും അവർ ആ സമരത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാകുന്നില്ല. ഇന്നിപ്പോൾ ഓരോ മേഖലയിൽ നിന്നുള്ളവർ അവർക്ക് പിന്തുണയുമായി രംഗത്തേക്ക് വരുമ്പോൾ അവരുടെ ശക്തി കൂടുകയാണ്. അവരുടെ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എത്ര ദിവസമായി അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഭാവിയാണ് ആ ജന്തർ മന്ദിറിൽ സമരം നടത്തിയത്. ഈ ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റാണെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്നിപ്പോൾ അവിടെ സമരം നടത്തുന്ന ചെറുപ്പക്കാർക്ക് നേരെ, വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണു തിരിക്കുന്നത്. അത് തെറ്റായ പ്രവണത തന്നെയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് അവരുമായി സംസാരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവർ അവരുടെ വേവലാതി പറയുമ്പോൾ, അവരുടെ ആവലാതി പറയുമ്പോൾ അത് കേൾക്കാൻ ഭരണകൂടം തയ്യാറാകണം. ഇല്ലെങ്കിൽ ഈ ഭരണകൂടത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിലും വലിയ സമരമുറകളുമായി രംഗത്തേക്കിറങ്ങും. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് അറസ്റ്റിലായ നേതാക്കൾ പ്രതികരിച്ചു. അറസ്റ്റ് ചെയ്ത രാഹുൽ ഗാന്ധിയെയും KC വേണുഗോപാലിനെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ കൈകാര്യം ചെയ്ത രീതിയും കോൺഗ്രസ് ഇപ്പോൾ ചർച്ചയാക്കുകയാണ്. എന്തു വന്നാലും പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കൂടുതൽ പ്രവർത്തകർ പ്രദേശത്തേക്ക് ഒഴുകിയെത്തിയതോടെ ഡൽഹിയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള എല്ലാ പ്രധാന റോഡുകളും പൂർണ്ണമായി അടയ്ക്കുകയും നഗരത്തിൽ കടുത്ത ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഡൽഹി പോലീസിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കനത്ത തിരിച്ചടിയാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന സംഭവം. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഒരു കൂട്ടം കോൺഗ്രസ് MPമാർ പ്രധാനമന്ത്രിയുടെ വസതിക്കരികിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു. വിവരമറിഞ്ഞ് ഡൽഹി പോലീസ് സുരക്ഷാ സന്നാഹങ്ങളുമായി എത്തുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രിയുടെ പ്രധാന കവാടം പൂർണ്ണമായി ഉപരോധിക്കാൻ കോൺഗ്രസ് സംഘത്തിന് സാധിച്ചു എന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത് ഷായും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഇത്. രാജ്യത്തെ ഏറ്റവും അതീവ സുരക്ഷാ മേഖലയിൽ പോലീസിനെ പൂർണ്ണമായും നിഷ്പ്രഭരാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ നിലയുറപ്പിച്ചത്. പ്രധാനമന്ത്രിക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത വിധം പ്രദേശം കോൺഗ്രസ് നേതാക്കൾ കയ്യേറിയതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ മണിക്കൂറുകളോളം ഡൽഹി പോലീസ് അന്താളിച്ച് നിൽക്കുകയായിരുന്നു. പിന്നീട് കൂടുതൽ സേനയെ ഇറക്കിയാണ് ഇവരെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ പരിക്കേറ്റ് റാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അദ്ദേഹത്തെ കാണാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേരിട്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര ഭരണകൂടത്തിനെതിരെ നേരിട്ടുള്ള പോരാട്ടത്തിന് രാഹുൽ ആഹ്വാനം ചെയ്തത്.